ബിടെക് ഇലക്ട്രിക്കൽ കഴിഞ്ഞവരുള്ള ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം എന്താ പറയുക, കഴിഞ്ഞ 2 വർഷം മുമ്പേ 2023 ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം എഴുതുന്ന സമയത്ത് അരവിന്ദ് സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതുപോലെ ഒരു അവസരം ഇനിയൊരു 4-5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. അതിന് വേറെ ഒന്നല്ല, ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. അരവിന്ദ് സാർ ആരാന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. നമ്മുടെ ഇലക്ട്രിക്കൽ ഒരു ടോപ്പ് മോസ്റ്റ് ഫാക്കൽറ്റിയാണ്. ഇപ്പം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. അസിസ്റ്റൻറ്റ് പ്രൊഫസർ റാങ്ക് ലിസ്റ്റിലുണ്ട്. ഒരുപാട് റാങ്ക് ലിസ്റ്റുള്ള നമ്മുടെ ഇലക്ട്രിക്കലിൻ്റെ ഫാക്കൽറ്റി ആയിരുന്നു. സാറും കഴിഞ്ഞ വർഷത്തെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൽ 5ാം റാങ്ക് നേടിയ സാറാണ്. അപ്പം സാറിനോട് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പം ഞാനും ആലോചിച്ചു, ഓക്കെ കേരള PSC അല്ലേ, ഒരു 4-5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും വീണ്ടും അടുത്ത് വിളിക്കുക എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി ഈ ഒരു നോട്ടിഫിക്കേഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതിനെപ്പറ്റി അറിയുന്നില്ല, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിൾ ആരും ഡിസ്കസ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളായിരിക്കണം അത് അവരോട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ആളെന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടാനില്ല. ബിടെക് കഴിഞ്ഞിറങ്ങിയ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു റോളാണ് ഒരു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ റോൾ എന്ന് പറഞ്ഞത്. KSEB ബോർഡൊന്നുമല്ല, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഒരു എന്താ പറയുക, ഒരു പോസ്റ്റിലേക്കാണ് നിങ്ങൾ ആ ഒരു എന്താ പറയുക ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇതിനു മുമ്പേ എങ്ങനെയായിരുന്നു ആ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻസ് വന്ന്, എത്ര അഡ്വൈസസ് പോയിട്ടുണ്ട്, ഇപ്പം കറൻ്റ് അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, പുതിയ എക്സാം എപ്പോൾ വരാനുള്ള ചാൻസ് ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ബിടെക് കഴിഞ്ഞ് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകുന്ന ഒരു എന്താ പറയുക സെഷൻ ആയിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ മാക്സിമം ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അവസാനം നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ പറയുന്ന സെയിം ഇതിന് ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന സമയം 2013 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം എന്തൊക്കെയാണെന്നുള്ളത്. ആ നോട്ടിഫിക്കേഷൻ വന്ന് 2013 ഡിസംബർ മാസമാണ് വന്നത്. അപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരു സാലറി സ്കെയിൽ 20,000 മുതൽ 36,000, അതായത് ബേസിക് പേ 20,000 സംതിങ്, ഒരു മാക്സിമം പോയി 21,000 എന്നുള്ള രീതിയിൽ നിങ്ങൾ കൺസിഡർ ചെയ്തോ. 2013 ഇപ്പോൾ ഏകദേശം 2025 നിൽക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നെയിം ഓഫ് ദ പോസ്റ്റ് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ. ഓക്കെ, ഈ ഒരു നോട്ടിഫിക്കേഷൻ അത് ടോട്ടൽ പോയത് 98 അഡ്വൈസസ് ആണ്. ഈ ഒരു എക്സാം നോട്ടിഫിക്കേഷൻ വന്നു. എക്സാം നടന്നത് ഏകദേശം നമുക്ക് അത് കഴിഞ്ഞിട്ടൊരു 1-2 വർഷത്തിന് ശേഷം എനിക്ക് എക്സാം കഴിഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അതിന് ശേഷം ഒരു 3 വർഷം വാലിഡിറ്റി. നിങ്ങൾക്കറിയാം കേരള PSCൻ്റെ പോസ്റ്റുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു എന്താ പറയുക ഫോഴ്സിലേക്കില്ല, അല്ലെങ്കിൽ പോലീസിലോ അല്ലെങ്കിൽ ഫയർഫോഴ്സിലോ അങ്ങനെയുള്ള എല്ലാ പോസ്റ്റിനും 3 വർഷത്തെ വാലിഡിറ്റി ഉണ്ടാവും. ആ 3 വർഷം വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് എക്സാം കഴിഞ്ഞിട്ട് 3 വർഷം വാലിഡിറ്റി ഉണ്ടാവുക. ഇപ്പോൾ ഉള്ള ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ളതും 3 വർഷം വാലിഡിറ്റി കഴിഞ്ഞിട്ടുള്ള അടുത്ത വർഷം വരെയുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് 98 അഡ്വൈസസ് പോയി. പക്ഷേ അടുത്ത നോട്ടിഫിക്കേഷൻ വന്നത് 2023 ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പ് അവിടെ വന്നു. ഒരു എക്സാം കഴിഞ്ഞ് വീണ്ടും ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ നോട്ടിഫിക്കേഷൻ വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്തോ. ഇവിടെയുള്ള ആ ഒരു ബേസിക് പേയ്മെൻറ്റ് നേരത്തെ 21,000 നമ്മൾ പറഞ്ഞെങ്കിൽ ഇവിടെ അത് 26,000 അപ്പർ ലിമിറ്റ് അവിടെ 36,000 ആണെങ്കിൽ ഇവിടെ 60,000 കയറി. അതായത് ഒരു 10 വർഷത്തെ ഗ്യാപ്പ് അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. 10 വർഷത്തെ ഗ്യാപ്പ് അവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയും കയറി. പിന്നെ ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ, ഇതിൽ ഓൾറെഡി ഇപ്പോൾ നോട്ടിഫിക്കേഷൻ 2023 കഴിഞ്ഞ് എക്സാം നടക്കുന്നത് ഏകദേശം 8ാം മാസം, 2023 8ാം മാസമാണ് എക്സാം നടക്കുന്നത്. അതായത് അടുത്ത വർഷം 2026 ഓഗസ്റ്റ് വരെ ഈ ഒരു ലിസ്റ്റിന് വാലിഡിറ്റി ഉണ്ട്. കറൻ്റ്ലി ഏകദേശം 36 അഡ്വൈസസ് ആണ് ഇവിടെ പോയിട്ടുള്ളത്. ഇനിയും എങ്ങനെ പോയാലും ഒരു 15-20 അഡ്വൈസസും കൂടി ഈ ഒരു എന്താ ലിസ്റ്റിനകത്ത് തന്നെ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. പക്ഷേ എന്തിനാണ് അവർ നേരത്തെ വിളിച്ചത് നിങ്ങൾ ആലോചിക്കണം. ആദ്യത്തെ വിളിച്ചത് 2013 2023 അടുത്ത് വിളിക്കുന്നത്. ഏകദേശം 10 വർഷത്തെ ഗ്യാപ്പ് അവിടെ ഉണ്ട്. പക്ഷേ 2023 കഴിഞ്ഞ് 25 തന്നെ അടുത്ത് വിളിച്ചു. അവിടെ റിക്വയർമെൻ്റ് ഉണ്ട്, അതുകൊണ്ടാണ് അവർ നേരത്തെ വിളിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞതുപോലെ ഒന്നുമല്ല, എല്ലാ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനും ഇപ്പം കുറച്ച് നേരത്തെ വരുന്നുണ്ട്. PSC കുറച്ച് ലാഗ് ആയിരുന്നു കുറേ കാലങ്ങളായിട്ട്. പക്ഷേ ഒക്കെ ഇപ്പോൾ ആ ലിസ്റ്റ് തീരുന്നതിന് മുമ്പ് വിളിച്ചിട്ട് കറക്റ്റ് ഇപ്പം ഒരു 1 ഇയർ ഏകദേശം നിങ്ങൾ നോക്കിയാൽ 1 ഇയർ മുമ്പ് തന്നെ വിളിച്ചു. ഒരു 6 മാസം കഴിഞ്ഞ് എക്സാം ഉണ്ടോ, ആ എക്സാം കഴിഞ്ഞിട്ട് അതിൻ്റെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലിസ്റ്റ് വരാൻ ഏകദേശം ഒരു 6 മാസം. അതായത് ഈ ലിസ്റ്റ് തീരുമ്പോഴത്തേക്ക് അടുത്ത ലിസ്റ്റ് അവർക്ക് പ്രസിദ്ധീകരിക്കാനുള്ള ഒരു ആ ഒരു ടൈം ഗ്യാപ്പ് മാത്രമേ ഇതിന് മുമ്പിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾ അധികം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കേരള PSC ആദ്യ സമയത്ത് എന്താ പറയുക എക്സാം വരും. ഇപ്പോൾ 2013 അപ്ലൈ ചെയ്ത ആളുകളെ പറ്റി ആലോചിച്ച് നോക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് ഏകദേശം 30 വയസ്സുള്ള ഒരാളാണെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ 40 വയസ്സായി. പക്ഷേ ആ സമയത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ 2023 അപ്ലൈ ചെയ്യുന്ന സമയത്ത് 30 വയസ്സുള്ള ഒരാൾക്ക് 2 വർഷത്തിനുള്ളിൽ വീണ്ടും നോട്ടിഫിക്കേഷൻ വന്നു. ആൾക്ക് 36 വയസ്സായിട്ടില്ല, അതിൻ്റെ ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രഷേഴ്സ് ഇപ്പം ജസ്റ്റ് പാസ് ഔട്ട് ആയ ആളുകൾക്കും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം അവർ
കറക്റ്റ് എന്താ പറയുക ആ ഒരു ക്വാളിഫിക്കേഷനായി ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്നത്. വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള സമയത്താണ്. ഈ നേരെ മറിച്ച് കുറച്ചുകൂടി കഴിഞ്ഞ ഒരു സമയത്താണ് നിങ്ങൾ വേറെ ജോലിയൊക്കെ കയറിയ സമയത്താണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ബെസ്റ്റ് ടൈമാണ്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് പോകണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ആലോചിച്ച് വെക്കുക. എന്താണ് ബേസിക് പേ എന്നുള്ള കാര്യം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വന്ന നോട്ടിഫിക്കേഷൻ 17/6/2023, അതായത് കഴിഞ്ഞ മാസം ജൂൺ മാസം 17-ാം തീയതിയാണ് വന്നിരിക്കുന്നത്. ജൂലൈ മാസം 17-ാം തീയതി വരെ ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ സമയമുണ്ട്. ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ എനിക്കറിയാം ഇപ്പം ബിടെക് കഴിഞ്ഞ ആളുകളാണ്, നിങ്ങൾ കേരള PSC രജിസ്റ്റർ ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ പെട്ടെന്ന് ചെയ്യാവും. വിത്തിൻ ഒരു അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതിനുശേഷം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അവിടെ ആഡ് ചെയ്യുക. എന്നിട്ട് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുക മാക്സിമം. അപ്പം ഈ നിങ്ങൾ ബാക്കിയൊക്കെ പിന്നെ ചിന്തിക്കുക. ആദ്യം നിങ്ങൾ അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ നോക്കുക. കാരണം ഇതുപോലെ അവസരം വേറെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് എക്സാംസ് ഒന്നും നമ്മുടെ കേരള PSCനകത്ത് നടത്തുന്ന ഒരുപാട് വേക്കൻസീസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഉള്ള വേക്കൻസീസ് നല്ല പ്രോപ്പറായിട്ട് പഠിച്ചാൽ കിട്ടാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് മാക്സിമം എഫക്റ്റീവായിട്ട് ഈ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള രീതിക്ക് പോകാം. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം, ഇതിൻ്റെ കാറ്റഗറി നമ്പറൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. കാരണം കേരള PSCയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ കാറ്റഗറി നമ്പർ വെച്ച് കഴിഞ്ഞാൽ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി ഈ ഒരു നോട്ടിഫിക്കേഷനകത്തേക്ക് പോകാൻ പറ്റും, അപ്ലൈ ചെയ്യാനും പറ്റും. സെയിം പോസ്റ്റാണ്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്, അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്. ഇവിടെ നോക്ക് നിങ്ങൾ, അതായത് നമ്മൾ ഫസ്റ്റ് 2013 വന്ന സമയത്ത് അവിടെ സാലറി സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 21,000 രൂപയായിരുന്നു. 2023 അത് ഏകദേശം ബേസിക്കാണ് ഞാൻ പറയുന്നത്, ഹയസ്റ്റ് അല്ല, ബേസിക് മാത്രമാണ്. അതായത് ഏകദേശം 26,000 രൂപയായി. ഇനി ഈ ഒരു നോട്ടിഫിക്കേഷൻ അത് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ ബേസിക് ഉണ്ടോ, അതായത് 25 2 വർഷത്തെ ഗ്യാപ്പിനുള്ളിൽ അവിടെ ഒരുപാട് റിവിഷൻ നടന്നു. പേ സ്കെയിലിൻ്റെ അകത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതുകൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നത്. 55,000 രൂപയാണ് അവിടെ പേ സ്കെയിൽ, അതായത് ഓൾമോസ്റ്റ് ഡബിളായി. അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതെന്താണ് പോസ്റ്റ്? കേരള PSC കഴിഞ്ഞു, നിങ്ങളൊരു ഗവൺമെൻറ് സെക്ടറിലുള്ള പോസ്റ്റാണ്, അത്യാവശ്യം നല്ല സാലറി ജോലി. ഇത് നിങ്ങൾ ഈ ഒരു റേഞ്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ ഹാൻഡ് സാലറി ഏകദേശം ഒരു 70, 75, മാക്സിമം ഒരു 80 എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ കിട്ടും. കാരണം ഇത് ബേസിക് സാലറിയാണ്. അതിൻ്റെ കൂടെ TA DA എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് എമൗണ്ട് കാര്യങ്ങളൊക്കെ വരും. അപ്പം ഇത്രയൊരു ചേഞ്ചസ് വന്ന് ഇനി നിങ്ങൾ ഒരു 1-2 വർഷം കഴിഞ്ഞാൽ, ഒരു 3-4 വർഷം കഴിഞ്ഞാൽ അടുത്തൊരു സാലറി റിവിഷൻ മൊത്തമായിട്ട് വരുന്ന സമയത്ത്, ഓരോ സാലറി റിവിഷൻ വരുന്ന സമയത്താണ് നിങ്ങൾ എത്ര ശതമാനം എന്നുള്ള രീതിയിലാണ് കൂടുക. അപ്പം ഇതൊക്കെ അത്യാവശ്യം നല്ല ഉയർന്ന പോസ്റ്റാണ്. അപ്പോൾ ഇവിടെ എത്ര ശതമാനമാണെങ്കിൽ ഇപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻക്രിമെൻറ്റ് നിങ്ങൾക്ക് വരും. ഓക്കെ, അപ്പം നല്ല അടിപൊളി പോസ്റ്റാണ്. നിങ്ങൾ അപ്ലൈ ചെയ്ത് പഠിക്കാനുള്ളൊരു സമയം അവിടെ ഉണ്ടോ, ഏകദേശം ഒരു 6 മാസം എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അടുത്ത വർഷം ജനുവരിയിലോ അല്ലെങ്കിൽ ഡിസംബറിലോ ജനുവരിയോ ഫെബ്രുവരിയോ ഈ ഒരു ഏരിയയിലായിരിക്കും എക്സാം ഉണ്ടാവുക. കാരണം വേറെ ഒന്നുമില്ല, അടുത്ത ലിസ്റ്റ് തീരുന്നത് ഏകദേശം ഓഗസ്റ്റിലാണ്. അപ്പോഴത്തേക്ക് അവർക്ക് പുതിയ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു സമയത്ത് എക്സാം കഴിയണം. അതിന് ശേഷം അതിൻ്റെ എന്താ പറയുക ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് ആ ഒരു ലിസ്റ്റിനകത്തേക്ക് പബ്ലിക്കേഷൻ വരുള്ളൂ. അപ്പം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അതാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് ബെനിഫിറ്റ് ആകുന്നൊരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഈ വീഡിയോന് സ്റ്റാർട്ടിങ് പറഞ്ഞപ്പോൾ അരവിന്ദ് സാറ് നമ്മളെ ഇലക്ട്രിക്കൽ ഫാക്കൽറ്റി ആയിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും കാലം 2013 കഴിഞ്ഞ് 2023 അടുത്ത നോട്ടിഫിക്കേഷൻ, 10 വർഷം വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ 23 കഴിഞ്ഞ് 25 2 വർഷത്തിനുള്ള അടുത്ത് വീണ്ടും നോട്ടിഫിക്കേഷൻ വന്നു. ഓക്കെ, അപ്പം ഈ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ അത് വേക്കൻസിയും കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്യില്ല. എന്തുകൊണ്ട് അപ്ഡേറ്റ് ചെയ്തില്ല നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കേണ്ടത്, ഓൾറെഡി ലിസ്റ്റ് വാലിഡാണ്. അത് ഇപ്പോഴും ഒരു വർഷം കൂടി ആ ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ ഈ ഒരു എന്താ പറയുക 1 ഇയറിൽ വരുന്ന വേക്കൻസിയും കൂടി ആ ലിസ്റ്റിനകത്തായിരിക്കും എടുക്കുന്നുണ്ടാവുക. അതിനുശേഷം മാത്രമാണ് അടുത്ത എക്സാമിൻ്റെ വാലിഡിറ്റി വരുള്ളൂ. അതായത് അതിനുശേഷം വരുന്ന 3 വർഷം 2026 ശേഷം 29 വരെ ഓൾമോസ്റ്റ് ഈ വരാൻ പോകുന്ന എക്സാമിൻ്റെ അകത്തുനിന്നായിരിക്കും റാങ്ക് ലിസ്റ്റിൻ്റെ അകത്തുനിന്നായിരിക്കും ആളുകൾക്ക് പോസ്റ്റിംഗ് കൊടുക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ചെയ്യുന്ന ഒരു 3 വർഷമാണ് മുമ്പിൽ വരാൻ, 3-4 വർഷമാണ് മുമ്പിൽ വരാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് എൻട്രിയിൽ ഏറ്റവും മികച്ച കോഴ്സസ് അവൈലബിൾ ആണ്. ഓൾറെഡി നമുക്ക് ഈ ഒരു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ നമ്മൾ എൻട്രിയിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള ഏറ്റവും ഫസ്റ്റ് കോഴ്സ്, വൺ ഓഫ് ദ ഫസ്റ്റ് കോഴ്സ് തന്നെ പറയാം. ടെക്നിക്കൽ സെഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള വൺ ഓഫ് ദ ഫസ്റ്റ് കോഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ നിദാസലാമും അരവിന്ദ് സാർ, നിദാസലാം 4ാം റാങ്ക് കിട്ടിയിട്ടുണ്ട്, അസിസ്റ്റന്റ് എഞ്ചിനീയർ 3ാം റാങ്ക് കിട്ടിയിട്ടുണ്ട്. അരവിന്ദ് സാർ ഇതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് ലിസ്റ്റിലുണ്ട്. അതുപോലെ തന്നെ ഈ റാങ്ക് ലിസ്റ്റ് ഇൻസ്ട്രക്ടർ റാങ്ക് ലിസ്റ്റിന് 5ാം റാങ്ക് ഉണ്ട്. അതുപോലെ ഒരുപാട് യൂസേഴ്സ്, എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ സെഷൻ്റെ അകത്ത് നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ സബ് എഞ്ചിനീയർ എക്സാം ഉണ്ടായിരുന്നു. ഇപ്പം ഞാനതിൻ്റെ വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കാരണം സബ് എഞ്ചിനീയർ എക്സാമിൻ്റെ അകത്ത് 941 പേര് മെയിൻ ലിസ്റ്റിലുള്ളതിനകത്ത് 120-ന് മുകളിലുള്ള ആളുകൾ നമ്മളെ ഗോൾഡ് ബാച്ച് സ്റ്റുഡൻസ് മാത്രമുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് അവിടെ വർക്കാവുന്നത്. പ്രോപ്പർലി നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ കോഴ്സ് എടുത്തോളൂ,
100% ഷുവറായിട്ട് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് നേടാൻ പറ്റുള്ള എല്ലാ സഹായങ്ങളും എൻട്രീൻ്റെ ഭാഗത്തുണ്ടാവും. ഒരുപാട് ഫീച്ചേഴ്സ് നമ്മുടെ കോഴ്സിനകത്ത് റെക്കോർഡിംഗ് ക്ലാസ്സസിൻ്റെ കൂടെ തന്നെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. നിങ്ങളുടെ എന്താ പറയുക വീക്കായിട്ടുള്ള സെഷൻസ് ഏതൊക്കെയാണ്, അതായത് നമുക്ക് ഓരോ ടോപ്പിക്സ് പഠിക്കുന്ന സമയത്ത് ഇലക്ട്രിക്കലിനകത്ത് ഇലക്ട്രിക്കൽ മെഷീൻസ് ഉണ്ട്, പല ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. മെഷീൻസിനകത്തൊക്കെ നിങ്ങൾ വീക്കാണെങ്കിൽ അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസിനകത്താണ് നിങ്ങൾക്ക് പോരായ്മകളുള്ളെങ്കിൽ അത് കറക്റ്റ് നമ്മുടെ ട്രാക്കർ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പോലെ നിങ്ങൾ സ്കൂളിലൊക്കെ കണ്ട പോലെ പ്രോഗ്രസ് റിപ്പോർട്ട് പോലെ നിങ്ങളുടെ ഏത് ഏരിയയിലാണ് വീക്കായി എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ മനസ്സിലാക്കാൻ പറ്റും. ഓരോ എക്സാം എഴുതുന്ന സമയത്ത് മൾട്ടിപ്പിൾ ഐഡിയാസ് നിങ്ങൾ വരും, എങ്ങനെ ഈ എക്സാംസ് എത്ര കുറഞ്ഞ സമയത്ത് ചെയ്യാൻ പറ്റുന്നുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഈ ബെനിഫിറ്റ്സ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും റാങ്ക് ലിസ്റ്റിൽ നേടാൻ പറ്റും. ഓക്കെ, പിന്നെ ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യം, നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലാറ്റ് 20% ഈ കാണുന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ നേടാൻ പറ്റും. അതായത് കോഴ്സ് ഫീൻ്റെ അകത്ത് നിന്ന് 20% ഡിസ്കൗണ്ട് ഈ ഒരു കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നേടാൻ പറ്റും. എവിടെ അപ്ലൈ എന്നുള്ള സാധനം ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഒന്നെങ്കിൽ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതല്ലെങ്കിൽ ഡയറക്റ്റ് പർച്ചേസ് ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പിലെ പ്രൈസ് എത്രയാണോ അതിനകത്ത് 20% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് ഈ കാണുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പം മറക്കേണ്ട, അടിപൊളി അവസരമാണ്. ഈ അവസരം ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഓൾ ദി ബെസ്റ്റ്.